ഹായ് എവരി വൺ. ഞാൻ ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക് വിറ്റാമിൻസിനെ കുറിച്ചാണ്. വീഡിയോ യൂസ്ഫുള്ളായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതെൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബ് വീഡിയോ ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകമാണ് വൈറ്റമിൻസ്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം ബിയും സിയും. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം എ, ഡി, ഇ, കെ. ഇനി നമുക്ക് വിറ്റാമിൻ എനെ കുറിച്ച് നോക്കാം. ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിൻ എന്നാണ്. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനാണ്. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് ജീവകം എ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ എന്നീ രോഗങ്ങൾ. ജീവകം എ ധാരാളം കാണപ്പെടുന്നത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിലാണ്. വൈറ്റമിൻ എ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ. ഇനി അടുത്തത് വിറ്റാമിൻ ബി. ജീവകം B1 ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷ്യപദാർത്ഥമാണ് അരിയുടെ തവിട്. ജീവകം ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ. വൈറ്റമിൻ B1 അപര്യാപ്തത രോഗമാണ് ബെറി. പല്ലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് ജീവകം B2. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമാണ് ജീവകം B2. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം B2. ജീവകം B3യുടെ അപര്യാപ്തത രോഗം പെല്ലഗ്ര. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം B2. ജീവകം ബിൻ്റെ അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. ഇതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ജീവകം B6ൻ്റെ അപര്യാപ്തത രോഗം എന്നുവെച്ചാൽ ജീവകം B6ൻ്റെ അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. ജീവകം ബി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ മുട്ട, പാൽ, ചേമ്പില, ധാന്യങ്ങളുടെ തവിട്. ഓക്കെ എവരി വൺ, വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.